ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യെശയ്യാ പ്രവചനത്തിൽ 52 അധ്യായം 12 തിരുലിഖിതം. നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട. നിങ്ങളുടെ ദൈവമായ കർത്താവായിരിക്കും നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ മുൻപിലും നമ്മുടെ പുറകിലും നമ്മുടെ മുകളിലും നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് സുരേഷ്. ഞങ്ങൾ റാന്നി കണ്ണമ്പള്ള ഇടവകയാണ്. റാന്നി പ്രദേശത്തു നിന്നാണ് കുടുംബം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ മോൻ്റെ കാര്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, സാക്ഷ്യം പറയുന്നതിനാണ്. എൻ്റെ മോന് ജനിച്ച് 1.5 വയസ്സായപ്പോൾ അവൻ നടക്കാൻ തുടങ്ങിയപ്പോൾ കാല് ബുദ്ധിമുട്ടായിരുന്നു. ഇടത് കാൽഭാഗത്തിന് ആർച്ച് വളരെ കുറവായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു ഷൂ ധരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആ ഷൂ ധരിക്കുകയും ആ കൂടെ ഞങ്ങൾ സെഹിയോനിൽ അട്ടപ്പാടി മാസവാദ്യ വെള്ളിയാഴ്ച പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. 1 വർഷം ഞങ്ങൾ ഷൂ ധരിക്കും, പക്ഷെ എന്നാൽ അതിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു വീണ്ടും ഷൂ ധരിക്കാൻ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അതിന് പകരം അഭിഷേകാഗ്നി പ്രോഗ്രാം ശാലോം ടി വിയിൽ കാണുകയും ശാലോം ചാനലിൽ കൂടെ അട്ടപ്പാടിയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷ വീട്ടിലിരുന്ന് അങ്ങോട്ട് കാണുകയും ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയും ആ നേരത്ത് അവൻ്റെ കാൽപാദം ടി വിയുടെ നേരെ കാണിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. കാൽപാദം ടി വിയിൽ പരിശുദ്ധ കുർബാന ആരാധന നടക്കുന്ന സമയത്ത് എൻ്റെ യേശുവെ എൻ്റെ കാലിന് തൊടണേന്ന് പറഞ്ഞ് കാൽപാദം അങ്ങനെ ടി വിയുടെ അങ്ങോട്ട് നീട്ടിപ്പിടിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. അതിനുശേഷം കാൽപാദത്തിന്റെ ആർച്ച് നേരെയാവുകയും അവൻ നടക്കുമ്പോൾ വീഴാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് നടക്കുമ്പോൾ വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ആർച്ച് ശരിക്കും അല്ലാത്തത് കാല് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണോണ്ട് ശരിക്കും ബാലൻസ് ഇല്ലാതെ മറിഞ്ഞ് വീഴുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അഭിഷേകാഗ്നി വചന ശുശ്രൂഷ ടി വിയിലൂടെ നടക്കുന്ന സമയത്ത് ഈ കാൽപാദം ടി വിയുടെ അങ്ങോട്ട് നീട്ടിപ്പിടിച്ചിട്ടില്ല, യേശുവെ തൊടണമേന്ന് പറഞ്ഞ് കുടുംബം മുഴുവനും കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് കാൽപാദത്തിന് ആർച്ച് ദൈവം അങ്ങോട്ട് കൊടുത്ത് ഇപ്പോ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല, നന്നായിട്ട് നടക്കാം, വീഴാതെയൊക്കെ നടക്കാൻ പറ്റും. കുട്ടിയുടെ പേരെന്താണ്? കുട്ടിയുടെ പേര് ആൽവി. ആൽവി ഇന്ന് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കി എത്ര പ്രകടമായിട്ടാണ് കർത്താവ് ഇടപെടുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ഈശോയുടെ അരികിലേക്ക് വന്നിട്ട് ഈശോയെ ഇതെന്റെ കണ്ണിന് കാഴ്ചയില്ല, ഇതെന്റെ കാലിന് വളവില്ല, ദേ മുടന്തനാണ്, ദേ നടക്കാൻ നിവൃത്തിയില്ല, തളർവാദ രോഗിയാണ്, കുഷ്ഠരോഗിയാണ് എന്ന് യേശുവിനോട് നേരിട്ട് പറയുമ്പോൾ യേശു എങ്ങനെ ഇടപെട്ടോ അതേപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ദൈവമക്കളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുന്ന സംഭവങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ജീവിക്കുന്നു യേശു, ജീവിക്കുന്നു യേശു, ജീവിക്കുന്നു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. സന്തോഷത്തോടെ ജീവിക്കുന്നു യേശു, ജീവിക്കുന്നു എന്റെ യേശു, ജീവിക്കുന്നു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച് ധ്യാനം കൂടുമ്പോൾ വചനം കേൾക്കുന്ന അതേ ഉണർവോടും പരിശുദ്ധിയോടും കൂടെ ഈ വചനം കേൾക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികളെല്ലാം ചാടി എഴുന്നേൽക്കുക, മുതിർന്നവർ എഴുന്നേൽക്കുക. ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് നമുക്ക് നീങ്ങാം. എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം.
ഇവിടെ പറയുന്ന ഓരോ പ്രാർത്ഥനകളും അതരം കൊണ്ട് തുറന്ന് അങ്ങോട്ട് ഉറക്കെ ഏറ്റു ചൊല്ലണം. ഒരുപക്ഷെ ഒരാൾ ഒറ്റയ്ക്കിരുന്നായിരിക്കും വചനം കേൾക്കുന്നത്, ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിലായിരിക്കും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ ഒരു സമൂഹമായിട്ടായിരിക്കും വചനം കേൾക്കുന്നത്. ഒറ്റയ്ക്കാണെങ്കിലും സമൂഹമാണെങ്കിലും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ചേർന്ന് ഉറക്കെ ഇത് ഏറ്റു പറയുക. രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ തന്നെ ഈ സമൂഹത്തിലേക്ക് അവിടുന്ന് വർഷിക്കണമേ, അവിടുന്ന് വർഷിക്കണമേ. ക്ഷീണങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, മരവിപ്പ് മാറട്ടെ, വലിയ അഭിഷേകം നിറയട്ടെ, വലിയ അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലേക്കും ഇപ്പോൾ നിറയണമേ, ഉണർവ് നൽകണമേ, ഉണർവ് നൽകണമേ, ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ, എല്ലാ മന്ദതയും വിട്ടുപോകട്ടെ, എല്ലാ മന്ദതയും വിട്ടുപോകട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, ഇപ്പോൾ വ്യാപരിക്കണമേ. എല്ലാ ഭാരങ്ങളും മാറട്ടെ, നിരാശ മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ, എല്ലാ മൂടലും എല്ലാ മന്ദിപ്പും വിട്ടുമാറിപ്പോകട്ടെ. പരിശുദ്ധാത്മ ശക്തി ഉജ്ജ്വലിക്കട്ടെ, ഉണർവ് ലഭിക്കട്ടെ, തീഷ്ണം നിറയട്ടെ. ആത്മാവിന്റെ അത്ഭുത അഭിഷേക ശക്തി ഇപ്പോൾ കത്തി പടരണമേ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഞങ്ങളിൽ നിറയണമേ, നിറയണമേ, നിറഞ്ഞു കവിയണമേ, അരുവിയേ കവിഞ്ഞൊഴുകണമേ. മനസ്സ് തുറന്ന് പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ, തളർന്നിരിക്കുന്നവരെ തൊടണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം മന്ദിച്ചു പോയ ആത്മാക്കളെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിശ്വാസം മങ്ങി, പ്രാർത്ഥന നിലച്ചു, ഒരു താല്പര്യവും ആത്മീയ കാര്യങ്ങളിൽ തോന്നാത്ത വിധം ഹൃദയം കല്ലിച്ചു പോയി അവസ്ഥകളിലേക്ക് എഴുന്നള്ളി വന്ന് ഇന്നൊരു അത്ഭുതം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം നൽകണമേ. ഒരിക്കൽ കൂടെ ജീവൻ നൽകണമേ, ഒരിക്കൽ കൂടെ ഉണർവ് നൽകണമേ, ഒന്നും കൂടെ വീണ്ടും അവിടുന്ന് പടുതുയർത്തണമേ. പുതിയൊരു ജനനം നൽകണമേ. പരിശുദ്ധാത്മാവേ, പുതിയ ഒരു യുഗം നൽകണമേ. പരിശുദ്ധാത്മാവേ, കരങ്ങൾ കൂപ്പി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അനേകം വിദ്യാർത്ഥിനികൾക്ക് ഒരു പ്രയാസമുണ്ട്. എത്ര അധ്വാനിച്ചിട്ടും ഒരു റിസൾട്ട് കിട്ടുന്നില്ല.
ഒരുപാട് ചത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ കാര്യമായ റിസൾട്ട് ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പേര് നല്ല വിധ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ലൊരു റിസൾട്ട് ഇല്ല. ഒരുപാട് പേര് രാപകലില്ലാതെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ നിരാശ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയും അനേകം കുട്ടികളുടെ ഒരു ദുഃഖമാണ്, ഞാൻ പഠിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി വേറെ ചില കുട്ടികളുടെ ദുഃഖമാണ്, എനിക്ക് ഇന്ന വിഷയങ്ങൾ പറ്റില്ല, എനിക്ക് കണക്ക് വിഷമമാ, എനിക്ക് സയൻസ് വിഷമമാ, എനിക്ക് മലയാളം ഹിന്ദി പഠിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ കുട്ടികളും ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവ് ഇങ്ങനെയുള്ള കുട്ടികളെ കുറിച്ചുള്ള തൻ്റെ ഹിതം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് തിരുലിഖിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ കുറിച്ചും കർത്താവിൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്. അതിലൊരു വെളിപാട് നമ്മൾ കാണുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 51 അധ്യായത്തിലാണ്. അവിടെ 24 തിരുലിഖിതത്തിൽ കർത്താവ് ഇങ്ങോട്ടൊരു സങ്കടം ചോദിക്കുകയാണ്. കർത്താവ് ചോദിക്കുകയാണ്, ജ്ഞാനമില്ല എന്ന് പരാതി പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഹൃദയദാഹം ശമിപ്പിക്കുന്നില്ല? പ്രഭാഷകൻ 51:24. ജ്ഞാനം ഇല്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട്? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇതാ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു കുട്ടി പറയുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ ആത്മാവിനൊരു ദാഹമുണ്ട്, മനസ്സിനൊരു ദാഹമുണ്ട്, ആ വിഷയം ഒന്ന് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ വിഷമമുള്ള വിഷയം ഒന്ന് പഠിച്ചു കയറി വരണം, എനിക്ക് കുറച്ചും കൂടെ പഠിക്കണം, എനിക്ക് നല്ല റിസൾട്ട് വേണം. ആ ഹൃദയ ദാഹം ഉള്ളത് കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനൊരു വിഷമം നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ചോദിക്കുകയാണ്, കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു പരാതി ഉണ്ടായിട്ട്, ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ ഹൃദയദാഹം ശമിപ്പിക്കാൻ നീ യത്നിക്കുന്നില്ല? അപ്പോൾ നിങ്ങളിൽ ചില ആളുകൾ ചോദിച്ചേക്കാം, ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും ഞങ്ങൾക്ക് ഫലമില്ല, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 51 അധ്യായത്തിൽ 23 തിരുലിഖിതത്തിൽ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വചനം ഇങ്ങനെയാണ് ദൈവമക്കളെ പഠിപ്പിക്കുന്നത്: അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. കർത്താവ് പറയാണ്, എൻ്റെ അടുക്കൽ വരിക. കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്തൊരു വിഷമമാണെങ്കിൽ ആ വിഷമത്തോടുകൂടെ നീ എന്ത് ചെയ്യണം? കർത്താവ് ഇതാ നിന്നെ വിളിക്കുകയാണ്. നിങ്ങളിൽ അറിവില്ലാത്തവർ, പഠിക്കാൻ പറ്റാത്തവർ, എപ്പോഴും തോറ്റുപോകുന്നവർ, അവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ദൈവത്തിന്റെ പേരാണ് ബോധജ്ഞാനത്തിന്റെ സിംഹാസനം. ബോധജ്ഞാനം വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് എല്ലാ ജ്ഞാനവും കൊടുക്കുന്നത്, പരിശുദ്ധാത്മാവാണ് എല്ലാ അറിവിന്റെ ഉറവിടം, പരിശുദ്ധാത്മാവാണ് ബുദ്ധിയെ തെളിക്കുന്നത്. അങ്ങനെ ഞാനും നിങ്ങളും ദൈവത്തിന്റെ അരികിലേക്ക് ചെന്നാൽ അവിടെ ഒരു അത്ഭുതമുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൈവിട്ടു പോയൊരവസ്ഥ ആണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാനും മടിക്കുകയില്ല. ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് മിഷ. ഞാൻ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് PGക്ക് ചേർന്നു. ക്ലാസ് തുടങ്ങി 1 മാസം കഴിഞ്ഞാണ് ഡിഗ്രിയുടെ റിസൾട്ട് വന്നത്. അതിൽ ഒരു സബ്ജക്റ്റിന് ഫെയിലായി പോയി. തുടർന്ന് PG ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പോയ സബ്ജക്റ്റ് റീവാലുവേഷന് വെച്ച് പ്രാർത്ഥിച്ചു. ഒക്ടോബർ മാസം 16-ാം തീയതിയിലെ ടെലിവിഷനിലൂടെയുള്ള അട്ടപ്പാടിയിൽ നിന്നുള്ള വചന ശുശ്രൂഷയിൽ പങ്കുചേർന്നു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. കർത്താവ് അത്ഭുതം ചെയ്തു. 17-ാം തീയതി റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റീവാലുവേഷന്റെ റിസൾട്ട് ഞാൻ നല്ല മാർക്കോടെ പാസ്സായിരിക്കുന്ന വിധമാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്ത്
ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കുട്ടി വലിയ ആഹ്ലാദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വീട്ടമ്മയാണ് ഈ അനുഭവം നമ്മളോട് പങ്കുവെക്കുന്നത്. എൻ്റെ പേര് പുഷ്പ. എൻ്റെ മകൻ രജനീഷിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം. അവൻ വിദേശത്ത് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചുവെങ്കിലും ലഭിച്ചില്ല. 2 പ്രാവശ്യം ബയോഡേറ്റ എല്ലാം അയച്ചു. ഉടനെ പോകാൻ കഴിയുമെന്ന് പറഞ്ഞു. പല തടസ്സങ്ങളാൽ അതും ക്യാൻസലായി പോയി. അങ്ങനെ ഏറെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഷാലോം ചാനലിലെ അഭിഷേകാഗ്നി ശുശ്രൂഷയിലൂടെയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പറഞ്ഞാൽ അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും 11 മുതൽ 11:30 വരെ, എല്ലാ ഞായറാഴ്ചകളിലും 8:30 മുതൽ 9 വരെ ഒരു വചന ശുശ്രൂഷയുണ്ട്. അതാണ് അഭിഷേകാഗ്നി. അങ്ങനെ ഫെബ്രുവരി 17 വെള്ളിയാഴ്ച അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ കുടുംബം മുഴുവനും കരഞ്ഞു. അപ്പോൾ ബഹുമാനമുള്ള സേവിയർ അച്ഛൻ TV-യിൽ കൂടെ പറഞ്ഞു, നിങ്ങളിപ്പോൾ എണീറ്റ് നിന്ന് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ ഞങ്ങൾ കുടുംബസഹിതം എഴുന്നേറ്റ് നിന്ന് മോന് വിസ ലഭിക്കുന്നതിനും വിദേശ ജോലി കിട്ടുന്നതിനും തടസ്സങ്ങൾ മാറാൻ വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാത്രി 10 മണിയായപ്പോൾ ഗൾഫിൽ നിന്ന് വിസ ശരിയായി എന്ന് ഫോൺ വന്നു. 2 ആഴ്ചക്കകം പുറപ്പെടാൻ പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 29 ഇവിടെ നിന്ന് പോവുകയും മാർച്ച് 1 ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇപ്പോൾ ബഹ്റിനിൽ വലിയൊരു കമ്പനിയിൽ നല്ലൊരു സ്ഥിതിയിൽ അവൻ ജോലി ചെയ്യുന്നു. ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരെ, കുടുംബനാഥന്മാരെ, കുടുംബനാഥകളെ, ഒരു കാര്യം ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിൽ 51 അധ്യായം 15, 16 തിരുലിഖിതങ്ങൾ, തിരമാലകൾ അലറും വിധം കടലിനെ ശോഭിപ്പിക്കുന്ന ഞാനാണ് ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം ഞാൻ നിന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. ഇതാ, ചെറിയ കുട്ടിയാണെങ്കിലും യുവതി യുവാക്കന്മാരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഇന്റർവ്യൂവിന് പോകുന്നവരാണെങ്കിലും കുടുംബനാഥന്മാരാണെങ്കിലും കർത്താവ് ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും ഒരു വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. എൻ്റെ കരത്തിൻ്റെ ഒരു തണല് ഞാൻ നിനക്ക് തരും. പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? കർത്താവിന്റെ കരത്തിന് തണല് തരും. എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ കർത്താവിന്റെ പക്കലേക്ക് തിരിയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യായുടെ പുസ്തകം 54 അധ്യായം 13 തിരുലിഖിതം ദൈവവചനം പഠിപ്പിക്കുകയാണ്, കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. കർത്താവ് ഇടപെടും, അപ്പോൾ അവർ ശ്രേയസാർജിക്കും. ജോലിയില്ലാത്തവരുടെ മേൽ കർത്താവ് ഇടപെടും, അവർ ശ്രേയസാർജിക്കും. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരുടെ പ്രശ്നത്തിന്റെ മേൽ കർത്താവ് ഇടപെടും, അവർ ശ്രേയസാർജിക്കും. പഠിക്കാൻ പറ്റാത്ത കുട്ടികളുടെ പഠന വിഷയങ്ങളിൽ കർത്താവ് ഇടപെടും, അവർ നന്നായി പഠിക്കും, അവർ ശ്രേയസാർജിക്കും. കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഉത്സാഹഭരിതനായ ഒരു ദൈവം, അതാണ് ബൈബിളിലെ ദൈവം. കുഞ്ഞുങ്ങളുടെ ഭാവി തെളിക്കാൻ സന്തോഷമുള്ള ഒരു കർത്താവ്, വിജയം നൽകുന്ന ഒരു കർത്താവ്, അതാണ് ബൈബിളിലെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് കണ്ണുനീരുള്ള കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് അന്ധകാരാവൃതമായ അവസ്ഥയിൽ സ്വഭാവം തകർന്നു പോയ കുട്ടികളുണ്ട്, വിദ്യാഭ്യാസ സ്കൂളിൽ ഒരുപാട് വേദനിക്കുന്ന മക്കളുണ്ട്, ഒരുപക്ഷെ പഠനത്തിൽ എനിക്കൊരു ഭാവിയില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്, ഒരുപക്ഷെ എല്ലാ വിധത്തിലും പിന്തള്ളപ്പെട്ടു പോകുന്ന അവസ്ഥയുള്ളവരുണ്ട്. ദൈവമേ, ഇടപെടണമേ കർത്താവേ. അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങളുടെ അരുളി ചെയ്തിട്ടുണ്ട്. പ്രഭാഷകൻ 51:23, നിങ്ങളിൽ
അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ. ദൈവമേ, ഇതാ ഞങ്ങൾ വരുന്നു. എല്ലാവരും ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇതാ ഞങ്ങൾ വരുന്നു. ശൂന്യമായ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറയണമേ. സങ്കടമുള്ള മനസ്സിലേക്ക് നിറയണമേ. എല്ലാ അവ്യക്തതകളിലേക്ക് നിറയണമേ. പഠിക്കാൻ ഉത്സാഹമില്ലാത്ത അവസ്ഥയിലേക്ക് നിറയണമേ. എല്ലാ ദുർസ്വഭാവങ്ങളിലേക്ക് നിറയണമേ. ദുർബുദ്ധിയിലേക്ക് നിറയണമേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഞങ്ങളിൽ നിറയണമേ. ഇപ്പോൾ വ്യാപരിക്കണമേ. നിറഞ്ഞു കവിയണമേ. അരൂപിയേ, കവിഞ്ഞൊഴുകണമേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിയണമേ. സ്പർശിക്കണമേ. കവിഞ്ഞൊഴുകണമേ. തടസ്സങ്ങൾ മാറട്ടെ. പരിശുദ്ധാത്മാവേ, കവിഞ്ഞൊഴുകണമേ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ. ഓരോ കുഞ്ഞിന്റെയും കണ്ണുനീരൊപ്പണമേ പരിശുദ്ധാത്മാവേ. ഓരോ കുടുംബത്തിന്റെയും കണ്ണുനീരൊപ്പണമേ പരിശുദ്ധാത്മാവേ. ഓരോ രോഗികളുടെയും കണ്ണുനീരൊപ്പണമേ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഉന്നതമായ പരിശുദ്ധാത്മാഭിഷേകം ഈ ദാസിദാസന്മാർമേൽ നിറയട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ അങ്ങയുടെ കൈകൾ കൊണ്ട് തൊട്ടിപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഈശോയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹം നിറയട്ടെ. ഈശോയുടെ നാമത്തിൽ തന്നെ ആത്മാവ് നിറയട്ടെ. ഈശോയുടെ നാമത്തിൽ തന്നെ സ്നേഹവും സമാധാനവും സൗഖ്യവും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുതിയ അധ്യയന വർഷത്തിൽ കർത്താവ് നിങ്ങളെ തൊട്ട് തൊട്ട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ, മറനാത്ത. Come, Lord Jesus. പരമദിവ്യകാരുണ്യമേ, മധുര സ്നേഹപാരമ്യമേ, പരമദിവ്യകാരുണ്യമേ, മധുര സ്നേഹപാരമ്യമേ, വരിക എന്നിൽ വാഴുവാൻ, തരണേ നിന്റെ കൃപാവരം, മഹിതമീ കൂദാശയിൽ നാഥ, പരമദിവ്യകാരുണ്യമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പെരുവെള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് കൈകൾ പിടിച്ച് ഉയർപ്പിക്കുന്നവനാണ് കർത്താവ്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് രക്ഷയുടെ ഉറച്ച പാറയിലേക്ക് ഉയർത്തി നിർത്തുന്നവനാണ് കർത്താവ്. അവിടുത്തെ നാമം വിളിക്കുക, അത് സകലർക്കും കർത്താവ് നൽകിയിരിക്കുന്ന നിർദ്ദേശമത്രേ. ഇപ്പോൾ എല്ലാ ദൈവമക്കളും ഓരോ തരത്തിലുള്ള അവസ്ഥകളിരിക്കുന്നവർ തങ്ങളുടെ ഹൃദയ പാലങ്ങളോടെ ഈശോയുടെ അരികിലേക്ക്, ഇപ്പോൾ കർത്താവിന്റെ അരികിലേക്ക് വരുന്നു. കരങ്ങളെ ഉയർത്തുന്നു, ഉറക്കെ വിളിക്കുക, യേശുവേ, യേശുവേ, യേശുവേ. എല്ലാവരും കൈകൾ ഉയർത്തി മനസ്സ് തുറന്ന് ഉറക്കെ വിളിക്കുന്നു, യേശുവേ, 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 ഉറക്കെ യേശുവേ. ആരാധന, 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 ആരാധന. സ്പർശിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ,
യേശുവേ യേശുവേ ആരാധന 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 കർത്താവേ. റോബിൻ, സ്ഥലം കപ്പാട്. എനിക്ക് 2 വർഷമായിട്ട് ഭയങ്കരമായ തലവേദനയും ഭയങ്കരമായ തലയ്ക്കകത്ത് ഇങ്ങനെ വിങ്ങുന്ന വേദനയായിരുന്നു. ഞാൻ ഒത്തിരി ആശുപത്രിയിൽ കൂടെ പോയി ഡോക്ടർമാരെ കണ്ട് പരിശോധനകളെല്ലാം നടത്തിയിട്ട് യാതൊരു കുറവും ഉണ്ടായില്ല. അവസാനം കാരിത്താസ് ആശുപത്രിയിൽ പോയി ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു MRI സ്കാൻ ചെയ്യണമെന്ന്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ തലയ്ക്കകത്ത് പഴുപ്പ് എന്ന് പറഞ്ഞു, കഫം കെട്ടിക്കിടന്ന് പഴുപ്പായതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അട്ടപ്പാടിയിൽ 3 വെള്ളിയാഴ്ച വന്ന് ധ്യാനം കൂടി സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന്. അങ്ങനെ ഞാൻ 3 വെള്ളിയാഴ്ച അവിടെ പോയി ധ്യാനം കൂടി എൻ്റെ രോഗം യേശു പൂർണ്ണമായും മാറ്റി തന്നു. അതെല്ലാം വിട്ടുപോയില്ല? വിഷമം, വേദന, തലവേദന ഒക്കെ വിട്ടുപോയോ? പിന്നെ അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ? അത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ വിട്ടുമാറിപ്പോയി. നല്ല ജീവനോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിച്ചേ. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു.